നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സൈക്ലിക് കോഡ്സിനെ കുറിച്ചാണ്. എന്താണ് ഒരു സൈക്ലിക് കോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ് ക്ലാസ് ഓഫ് ലീനിയർ ബ്ലോക്ക് കോഡ്. ഇനി എങ്ങനെയാണ് നമ്മളൊരു സൈക്ലിക് കോഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് റെപ്രസെൻറ്റഡ് വിത്ത് n and k parameters where n is the code word length and k is the number of message bits. സോ എൻ കെ സൈക്ലിക് കോഡ് എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു 7/4 സൈക്ലിക് കോഡ് 7/4 സൈക്ലിക് കോഡാണെങ്കിൽ എൻ എന്ന് പറയുന്നത് 7 ആണ്, ദെൻ കെ എന്ന് പറയുന്നത് 4 ആണ്. സോ നമുക്കൊരു കോഡ് വേർഡ് ഇതിൽ നിന്ന് സൈക്ലിക് കോഡ് വെച്ചിട്ട് നമ്മൾ n ബിറ്റ്സ് n ലെങ്ത് ഉള്ള ഒരു കോഡ് വേർഡാണ് എഴുതുക. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു കോഡ് വേർഡ് എടുക്കുകയാണ് 1001011. അപ്പോൾ ഇതാണ് ഒരു n എന്ന് പറയുന്ന കോഡ് വേർഡ് ലെങ്ത് ഉള്ള ഒരു സൈക്ലിക് കോഡ്. അപ്പോൾ ഇതിനകത്ത് ഐദർ ദ ലാസ്റ്റ് 4 ബിറ്റ്സ് ഓർ ദ ഫസ്റ്റ് 4 ബിറ്റ്സ് ആയിരിക്കും നമ്മുടെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ലാസ്റ്റ് 4 ബിറ്റ്സ് ആണ് കെയുടെ വാല്യൂ വരിക. ഓക്കെ, 1011 എന്നതാണ് നമ്മുടെ മെസ്സേജ് ബിറ്റ്സ്. നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണോ അതാണ് കെ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു ലീനിയർ കോഡ് സൈക്ലിക് കോഡ് ആകണം എന്നുണ്ടെങ്കിൽ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. സോ നമ്മൾ ആ 2 കണ്ടീഷൻസ് എന്താക്കും നോക്കാം. ഫസ്റ്റ് വൺ ലീനിയർ പ്രോപ്പർട്ടി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സൈക്ലിക് ഷിഫ്റ്റ് പ്രോപ്പർട്ടി. നമുക്ക് തന്നിരിക്കുന്ന ഒരു കോഡ് ഈ 2 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് സൈക്ലിക് കോഡ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ സം ഓഫ് 2 കോഡ് വേർഡ്സ് when the sum of 2 code words also form a valid code word, then it satisfies linearity property. അതായത് നമുക്കൊരു സെറ്റ് ഓഫ് കോഡ് വേർഡ്സ് തരും. ആ കോഡ് വേർഡ്സിൽ ഏതെങ്കിലും 2 കോഡ് വേർഡ്, ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് ഞാൻ 2 കോഡ് വേർഡ് എടുത്തിട്ടുണ്ട്. 0101 ദെൻ 1010. ഇപ്പോൾ 2 കോഡ് വേർഡ് നമ്മൾ ആഡ് ചെയ്യാണ്. ഇവിടെ മൊഡ്യൂളോ 2 അഡീഷനാണ് വരുന്നത്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1111 കിട്ടാണ്. സോ ഈ കിട്ടുന്ന കോഡ് വേർഡും നമുക്ക് തരുന്ന ആ സെറ്റ് ഓഫ് കോഡ് വേർഡ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോഴാണ് അത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. നമ്മൾ ഒരു സെറ്റ് ഓഫ് കോഡ് വേർഡ്സിൽ ഏതെങ്കിലും 2 കോഡ് വേർഡ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ റിസൾട്ടൻറ്റ് കോഡ് വേർഡ് എന്ന് പറയുന്നത് ആ സെറ്റ് ഓഫ് കോഡ് വേർഡ്സിൽ ഉണ്ടായിരിക്കണം. അടുത്തത് സൈക്ലിക് ഷിഫ്റ്റ് പ്രോപ്പർട്ടി. സൈക്ലിക് ഷിഫ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഡ് വേർഡ് എടുത്ത് അതിനെ ഐദർ റൈറ്റ് ഷിഫ്റ്റ് ഓർ ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോഡ് വേർഡും ആ സെറ്റ് ഓഫ് കോഡ് വേർഡ്സിലുള്ള ഒരു കോഡ് വേർഡ് ആയിരിക്കണം. അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈക്കിൾ ഷിഫ്റ്റ് ഓഫ് കോഡ് വേർഡ് ഈസ് ഓൾസോ എ വാലിഡ് കോഡ് വേർഡ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ 0101 എന്നുള്ളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇതിന് നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ബിറ്റ് ഒരു തവണയാണ് നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബിറ്റ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോഡ് വേർഡ് എന്ന് പറയുന്നത് 1010 ആണ്. ഈ ഒരു കോഡ് വേർഡും ആ സെറ്റ് ഓഫ് കോഡ് വേർഡ്സിലുണ്ടെങ്കിൽ എന്താണ് സൈക്ലിക് ഷിഫ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഈ 2 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോഡ് വേർഡിനെ സൈക്ലിക് കോഡ് വേർഡാണ് എന്ന് പറയാം. ഓക്കെ, ഇനി ഒരു എൻ കെ സൈക്ലിക് കോഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ജനറേറ്റർ പോളിനോമിയൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക? g(x) ഈസ് ഗിവൺ ബൈ g0x0 പ്ലസ് g1x1 പ്ലസ് g2x2 എക്സെട്ര അപ് ടു gk-1 x⁻⁻1. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ തരാണ്, മെസ്സേജ് സിഗ്നൽ നമുക്ക് തരാണെങ്കിൽ ഡി എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് സിഗ്നൽ നമുക്ക് തരാണെങ്കിൽ അതിൻ്റെ മെസ്സേജ് പോളിനോമിയൽ d(x) നമ്മൾ എങ്ങനെ കാണും? d(x) ഈക്വൽ ടു d0x0 പ്ലസ് d1 x⁻1 പ്ലസ് d2 x⁻2 പ്ലസ് എക്സെട്ര അപ് ടു dk-1 x⁻⁻1. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജനറേറ്റർ പോളിനോമിയലും ഒരു മെസ്സേജ് പോളിനോമിയലും നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് സൈക്ലിക് കോഡ്സ് ആണ്. എത്ര ടൈപ്പ് ഉണ്ട് സൈക്ലിക് കോഡ്? 2 ടൈപ്പാണുള്ളത്. ഒന്ന് നോൺ സിസ്റ്റമാറ്റിക്കും ആൻഡ് സിസ്റ്റമാറ്റിക് സൈക്ലിക് കോഡ്സ്. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ്? നോൺ സിസ്റ്റമാറ്റിക് സൈക്ലിക് കോഡ്സ് ആണെങ്കിൽ നമുക്ക് ആ കിട്ടുന്ന കോഡ് വേർഡിൽ നിന്ന് നമ്മുടെ പെർട്ടിക്കുലർ മെസ്സേജ് ബിറ്റ് ഡയറക്റ്റ് ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതായത് ദ പൊസിഷൻ ഓഫ് പാരിറ്റി ബിറ്റ്സ് ഈസ് നോട്ട് ഡിഫൈൻഡ്. പാരിറ്റി ബിറ്റ്സിൻ്റെ പൊസിഷൻ നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിരിക്കില്ല. സോ അതിൽ നിന്ന് മെസ്സേജ് ബിറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട്
എടുക്കാൻ പറ്റില്ല. സോ അതിൻ്റെ കോഡ് വേർഡ് എന്ന് പറയുന്നത് വി ഓഫ് എക്സ് ഈക്വൽ ടു ഡി ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. ഡി ഓഫ് എക്സും ജി ഓഫ് എക്സ് എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഡി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ മെസ്സേജ് പോളിനോമിയലാണ്. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ജനറേറ്റർ പോളിനോമിയലാണ്. ഇനി എന്താണ് സിസ്റ്റമാറ്റിക് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിസ്റ്റമാറ്റിക് ഫോമിൽ നമുക്ക് ആ കിട്ടുന്ന കോഡ് വേർഡിലെ ഫസ്റ്റ് കെ ബിറ്റ്സോ അല്ലെങ്കിൽ ലാസ്റ്റ് കെ ബിറ്റ്സോ ആയിരിക്കും നമ്മുടെ മെസ്സേജ് ബിറ്റ്സ്. ഇത് കറക്റ്റായിട്ട് നമുക്ക് ആ കോഡ് വേർഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് ദ പൊസിഷൻ ഓഫ് പാരിറ്റി ബിറ്റ്സ് ഈസ് വെൽ ഡിഫൈൻഡ്. അതാണ് സിസ്റ്റമാറ്റിക് കോഡ് വേർഡിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? വി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ മൈനസ് കെ ഇൻറ്റു ഡി ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്. ഓക്കെ, ഇതിനകത്ത് എക്സ് റേസ് ടു എൻ മൈനസ് കെ നമുക്കറിയാം, ഡി ഓഫ് എക്സ് നമുക്കറിയാം. ആർ ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത് റിമൈൻഡർ ഓഫ് ഈ ഒരു ടേം എക്സ് റേസ് ടു എൻ മൈനസ് കെ ഇൻറ്റു ഡി ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സ്. ഈ ഒരു ടേമിനെ നമ്മുടെ ജനറേറ്റർ പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ ആണ് ആർ ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സിസ്റ്റമാറ്റിക് കോഡ് വേർഡ് കണ്ടുപിടിക്കുന്നത്. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ എക്സാമ്പിൾ ചെയ്യാം. താങ്ക്